നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യനികുതി കുറയ്ക്കാനുള്ള സർക്കാരിന്റെ തിടുക്കം അഴിമതിയുടെ ഭാഗമെന്ന പിണറായി വിജയൻ. നാട് മുഴുവൻ മദ്യമൊഴുക്കാനുള്ള തീരുമാനത്തെ നാടൊന്നാകെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. കുന്നംകുളം അക്കിക്കാവിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട കടയിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. 8 പേർക്ക് പരിക്കേറ്റു. കാർഷിക മേഖലയ്ക്ക് കരുത്തേകുക, ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് ഞാറ്റുവേല ചന്തകൾ ഒരുങ്ങി. വീടിന് സമീപം കോഴിക്കോടിനുള്ളിൽ കോഴിയെ വിഴുങ്ങിയ നിലയിൽ ഭീമൻ മലമ്പാമ്പ്. പാമ്പ് ഭീതിയിൽ വരവൂർ നിവാസികൾ. വാർത്തകൾ വിശദമായി. മദ്യനികുതി കുറയ്ക്കാനുള്ള സർക്കാരിന്റെ തിടുക്കത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യനികുതി കുറയ്ക്കാനുള്ള സർക്കാരിന്റെ തിടുക്കത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി കുറച്ച് മദ്യമൊഴുക്കുന്നതിനെ നാടൊന്നാകെ എതിർക്കും. UDF മുന്നണി തലത്തിലോ മന്ത്രിസഭാ തലത്തിലോ ചർച്ച നടത്താത്തത് വിചിത്രമായ കാര്യമാണ്. ഇത്തരത്തിൽ മദ്യമൊഴുക്കുന്നതിനുള്ള സാഹചര്യം ഇതിനു മുമ്പ് ഒരു സർക്കാരും ഒരുക്കിയിട്ടില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. എല്ലാ എതിർപ്പുകളും മറികടന്ന് നടപ്പാക്കണമെന്ന വാശിയിലാണ് മുഖ്യമന്ത്രി. സംഭവത്തിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നും ദുരൂഹമായ സാഹചര്യത്തിലൂടെയാണ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നില വ്യക്തമാണ്. ഏത് എതിർപ്പുണ്ടായാലും ഇത് നടപ്പാക്കണമെന്ന വാശിയിലാണ്. എന്താണ് ഇത്ര വലിയ നിർബന്ധത്തിനും വാശിക്കും ഇടയാക്കിയത്? സാധാരണഗതിയിലുള്ള ഒന്നും അതിന് കാണാനാവില്ല. അവിടെയാണ് അഴിമതിയുടെ പ്രശ്നം വരുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് എന്നത് ദുരൂഹമായിട്ടിരിക്കുകയാണ്. തീർത്തും ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമസഭയിൽ ഈ പ്രശ്നങ്ങളോട് ഒരു മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയത്തിൽ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ സഭ ബഹിഷ്കരിക്കുന്നതിന് ഇടയായത്. കുന്നംകുളം അക്കിക്കാവിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. 8 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം അക്കിക്കാവിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. 8 പേർക്ക് പരിക്കേറ്റു. എറണാകുളം പള്ളിരുത്തി സ്വദേശി 49-കാരൻ ജോർജ് P. ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് തൊട്ടു മുൻപിലേക്ക് പെട്ടെന്ന് വന്ന വാഹനത്തിന് വശമൊതുക്കി നൽകുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നുവെന്നാണ് വിവരങ്ങൾ. അപകടത്തിൽ പരിക്കേറ്റ 8 പേർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സേന എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ ബസ് ലോറി ഉപയോഗിച്ച് പുറകോട്ട് വലിച്ച് കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർഷിക ഗീതവുമായി തിരുവാതിര ഞാറ്റുവേല എത്തി. കാർഷിക മേഖലയ്ക്ക് കരുത്തേകുക, ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി സംസ്ഥാനത്ത് ഞാറ്റുവേല ചന്തകളും ഒരുങ്ങി. കാർഷിക മേഖലയ്ക്ക് കരുത്തേകുക, ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി സംസ്ഥാനത്ത് ഞാറ്റുവേല ചന്തകൾക്ക് വിപുലമായ തുടക്കം. തൃശൂർ ജില്ലയിലും തദ്ദേശ സ്ഥാപനങ്ങൾ, കൃഷിഭവനുകൾ, സഹകരണ ബാങ്കുകൾ, കർഷക കൂട്ടായ്മകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തകൾ സജീവമായി തുടങ്ങി. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, നാടൻ വിത്തുകൾ, ജൈവവളങ്ങൾ എന്നിവയൊക്കെ മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ചന്തകളുടെ പ്രധാന ലക്ഷ്യം. ഞാറ്റുവേലകളിൽ ഏറ്റവും കേമനായ തിരുവാതിര ഞാറ്റുവേലയിൽ ഏത് ചെടി നട്ടാലും എളുപ്പം വളരുമെന്നാണ് കർഷകരുടെ അനുഭവ സാക്ഷ്യം. കോലഴി പഞ്ചായത്ത് കൃഷിഭവൻ, സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തിരൂർ സെന്ററിലും കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു ഉദ്ഘാടനം ചെയ്തു. കർഷക സെമിനാറും നടീൽ വസ്തുക്കളുടെ വിൽപ്പനയുമുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുമിത ഷാജി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VS പ്രതീഷ് പദ്ധതി വിശദീകരണം നടത്തി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK പ്രസാദ്, കോലഴി കൃഷിഭവൻ ഓഫീസർ S വിഷ്ണു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോടിനുള്ളിൽ കയറി കോഴിയെ വിഴുങ്ങിയ ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. തൃശൂർ വരവൂരിലാണ് സംഭവം. കോഴിക്കോടിനുള്ളിൽ കയറി കോഴിയെ വിഴുങ്ങിയ ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. തൃശൂർ വരവൂരിലാണ് സംഭവം.
6 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പ് കോഴിയെ വിഴുങ്ങിയ നിലയിൽ കൂടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വരവൂർ ചരലിൽ പീടികയിൽ വീട്ടിൽ അലിയുടെ വീട്ടിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ കൂട് തുറക്കാനെത്തിയപ്പോഴാണ് ഭീമൻ പാമ്പിനെ കണ്ടെത്തിയത്. ആശങ്കയിലായ വീട്ടുകാർ പാമ്പ് പിടുത്തക്കാരൻ പ്രേംദാസ് വരവൂരിനെ വിവരമറിയിച്ചു. ഇദ്ദേഹമെത്തി ഏറെ ശ്രമകരമായി പാമ്പിനെ പിടികൂടി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. സ്വീഡന്റെ നെഞ്ചിലേക്ക് ഫ്രഞ്ച് പടത്തലവൻ പായിച്ചത് വെറുമൊരു അസ്ത്രമല്ല, ലോക ഫുട്ബോളിന്റെ സിംഹാസനം ലക്ഷ്യം വെച്ചുള്ള മിസൈലുകളായിരുന്നു. കാണാം വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോളിക്കാട്. സ്വീഡന്റെ നെഞ്ചിലേക്ക് ഫ്രഞ്ച് പടത്തലവൻ പായിച്ചത് വെറുമൊരു അസ്ത്രമല്ല, ലോക ഫുട്ബോളിന്റെ സിംഹാസനം ലക്ഷ്യം വെച്ചുള്ള മിസൈലുകളായിരുന്നു അത്. ഫിഫയുടെ പുതിയ പവർ റാങ്കിങ്ങിലും ഗോൾഡൻ ബൂട്ട് റേസിലും ഇതാ അർജന്റീനൻ മാന്ത്രികൻ ലയണൽ മെസ്സിയെയും മറികടന്ന് എംബാപ്പെ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ്. ഇതാണ് കളി, ഇതുതന്നെയാണ് പോരാട്ടം. അതെ, സൂറിച്ചിൽ നിന്നും ഫിഫയുടെ പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ 1-ാമൻ. അറ്റാക്കിങ്ങിൽ 8.79 എന്ന അസാധ്യ സ്കോർ, ക്രിയേറ്റിവിറ്റിയിൽ 7.48, ഡിഫെൻഡിങ്ങിൽ 4.71. എന്നാൽ ലയണൽ മെസ്സി ഇതാ 2-ാമനാകുന്നു. അറ്റാക്കിങ്ങിൽ 8.27ഉം ക്രിയേറ്റിവിറ്റിയിൽ 6.38ഉം മാത്രമാണ് മെസ്സിയുടെ സ്കോർ. ഇതിഹാസത്തെ വെട്ടിച്ച് പുതിയ തലമുറയുടെ രാജകുമാരൻ കിരീടമില്ലാത്ത രാജാവായി മാറുകയാണ്. അവിശ്വസനീയം, അത്ഭുതകരം എന്നല്ലാതെ എന്തു പറയാൻ. നോക്കൂ, കളി അവിടെയും തീരുന്നില്ല. 4 സ്ഥാനങ്ങൾ ഒറ്റയടിക്ക് കയറി നോർവേയുടെ ഗോൾ മെഷീൻ എർലിംഗ് ഹാലൻഡ് 3-ാമതുണ്ട്. പക്ഷെ ഞെട്ടിച്ചത് അതല്ല, 106 സ്ഥാനങ്ങൾ ഒറ്റയടിക്ക് ചവിട്ടിക്കയറി 30-ാം സ്ഥാനത്തെത്തിയ നോർവേയുടെ ആ 21 വയസ്സുകാരൻ ആന്റോണിയോ ന്യൂസയാണ് ഈ റാങ്കിങ്ങിലെ യഥാർത്ഥ വിസ്മയം. എന്നാൽ വിനീഷ്യസ് ജൂനിയർ 5-ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയപ്പോൾ പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാ 74-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ മറിമായങ്ങളാണ് ഫുട്ബോൾ ലോകത്ത് നടക്കുന്നത്. ഇനി നോക്കൂ ഗോൾഡൻ ബൂട്ടിനായുള്ള ആ യുദ്ധം. അവിടെയും മെസ്സിയുടെ നെഞ്ചിലേക്ക് എംബാപ്പയുടെ കത്തിക്കയറൽ. 6 ഗോളുകളുമായി മെസ്സിയും എംബാപ്പയും ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ എംബാപ്പയുടെ അക്കൗണ്ടിലുള്ള ആ 2 മനോഹരമായ അസിസ്റ്റുകളുണ്ടല്ലോ, അതാണ് മെസ്സിയെ 2-ാമനാക്കി മാറ്റിയത്. 5 ഗോളുകളുമായി ഹാലൻ തൊട്ടു പിന്നാലെയുണ്ട്. ഡെംബെലയും വിനീഷ്യസുമെല്ലാം ഈ വേട്ടക്കാർക്ക് പിന്നാലെ തന്നെയുണ്ട്. 6 ഗോളും 2 അസിസ്റ്റും, ഒപ്പം ഫിഫ പവർ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനവും. ലയണൽ മെസ്സിയെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് കിലിയൻ എംബാപ്പെ ലോകം കീഴടക്കാൻ കുതിക്കുകയാണ്. ഈ ഫ്രഞ്ച് കൊടുങ്കാറ്റിനെ തളയ്ക്കാൻ ഇനി ആർക്കെങ്കിലും സാധിക്കുമോ? കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിൻ മനം. സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.